വെള്ളക്കടലക്കറി എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ്. ഇതിനുവേണ്ടി 8 മണിക്കൂർ കടലയൊന്ന് കുതിർത്ത് വെക്കണം. 1 കപ്പ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ തേയില ഇട്ടിട്ട് തേയില വെള്ളം തിളപ്പിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കറിലേക്ക് കുതിർത്ത കടല ഇട്ട് കൊടുക്കാം. 6 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചത്, 2 പച്ചമുളക്, 2 വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, 1 കഷ്ണം കറുവാപ്പട്ട, 3 ഏലയ്ക്ക, 1 വഴനയില, 3 ഗ്രാമ്പു, 2 വറ്റൽമുളക്, തിളപ്പിച്ച് വെച്ച തേയില വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. 3 തക്കാളി രണ്ടായിട്ട് മുറിച്ചത് ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് കുക്കർ അടച്ചിട്ട് 4 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇനി ആ തക്കാളിയുടെ തൊലിയും ആ മസാലകളും അങ്ങ് എടുത്ത് മാറ്റണം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം. കനം കുറച്ച് നീളത്തിലരിഞ്ഞ് ഇഞ്ചി ചേർത്ത് വഴറ്റാം. 2 ടീസ്പൂൺ കസൂരി മെത്തി കൂടി ചേർക്കണം. പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്തൊന്ന് വഴറ്റാം. പൊടികളുടെയും പച്ചമണം മാറി കഴിയുമ്പോൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് എത്രയും കട്ടി വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് തിളപ്പിക്കണം. ഏറ്റവും ഒടുവിൽ കുറച്ച് മല്ലിയില കൂടി വിതറാം. ഇത്ര മാത്രമേ ഉള്ളൂ. കടലക്കറി തയ്യാറായി.